സിന്ധു കൃഷ്ണയുടെ അമ്മയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ അഹാന കൃഷ്ണയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ടാണ് തൻവി സുധീർ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത്. അഹാന അമ്മൂമ്മയ്ക്ക് അയച്ച വാട്സപ്പ് മെസ്സേജുകൾ പരസ്യമായി വായിച്ചു കേൾപ്പിച്ചാണ് തൻവി മറുപടി നൽകിയിട്ടുള്ളത്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും കുടുംബത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്ത അഹാനയുടെ യഥാർത്ഥ മുഖം ഇതാണെന്ന് വ്യക്തമാക്കാനാണ് താൻ ഈ തെളിവുകൾ പുറത്തുവിടുന്നതെന്ന് തൻവി തൻ്റെ പുതിയ വിശദീകരണ വീഡിയോയിൽ തുറന്നു പറയുന്നു. അമ്മുമ്മയ്ക്ക് അഹാന അയച്ച വാട്സപ്പ് ചാറ്റിലെ വിവരങ്ങൾ തൻവി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി എനിക്ക് വസന്തി എന്ന് പറയുന്ന ഇങ്ങനെയൊരു അമ്മൂമ്മ ഇല്ല. അപ്പച്ചിയാണെൻ്റെ അമ്മൂമ്മ. ഇനി നിനക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. നിനക്ക് എന്നും രാവിലെ കേൾക്കുവാൻ അതിമനോഹരമായ പാട്ട്. അത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂലുവെച്ച് അടിക്കും. അതോർത്തു വെച്ചോ വൃത്തികെട്ട സ്ത്രീയെ. ഇതിൻ്റെ ഓരോ കോപ്പി വീതം നിന്റെ ബന്ധുക്കൾക്ക് അയച്ചിട്ടുണ്ട്. അവരും കേൾക്കട്ടെ. സ്വന്തം അമ്മൂമ്മയെ ബി കൂട്ടിയുള്ള ഒരു വാക്ക് വസന്ത, എടി, പോടി എന്നൊക്കെ വിളിച്ച് അസഭ്യവർഷം നടത്തിയ ശേഷം അമ്മൂമ്മയ്ക്ക് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയില്ലെന്ന ധാരണയിൽ അഹാന ഈ മെസ്സേജുകൾ ഞൊടിയിടയിൽ ഡിലീറ്റ് ചെയ്യുകയായിരുന്നുവെന്നും തൻവി തൻ്റെ പുതിയ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നു. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മ പൂർണ്ണ ഒറ്റപ്പെടലിലായിരുന്നു. അവർ എപ്പോൾ വിളിച്ചാലും കരച്ചില്ലായിരുന്നു. അമ്മൂമ്മയുടെ ഈ അവസ്ഥ കണ്ടാണ് താൻ വീഡിയോ ചെയ്തത്. തിരിച്ചു വന്നതും അങ്ങനെയാണ്. അഹാന വ്ലോഗിലൂടെ തൻ്റെ അമ്മയെ വാനോളം പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അവർ പ്രശസ്തരായതുകൊണ്ടാണ് ഈ പെരുമാറ്റം. എന്നാൽ കുട്ടിക്കാലം മുതൽ അഹാനയോട് മാത്രമായിരുന്നു പരിഗണനയെന്നും തന്നെ പട്ടിയെ പോലെയാണ് തൻ്റെ അമ്മ നോക്കിയതെന്നും തൻവി ആരോപിക്കുന്നു. സ്വന്തം മകളുടെ മുഖത്ത് നോക്കി നീ എൻ്റെ ചേച്ചിയുടെ മകളാണെന്ന് മറ്റുള്ളവരോട് പറയണം. എൻ്റെ ആദ്യ വിവാഹമാണ് ഇതെന്നാണ് ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എന്ന് അമ്മ പറയുന്നു. ഇത് പറയുന്ന അമ്മയുടെ മെസ്സേജുകൾ അടക്കമുള്ള വാട്സപ്പ് ചാറ്റുകളും തൻ്റെ കൈവശമുണ്ടെന്ന് തൻവി ഓർമ്മിപ്പിക്കുന്നു. സിന്ധുവും അനുജത്തി സിമിയും നിലവിൽ തങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും സിമിക്ക് വേണ്ടി ചെന്നൈയിലെ വീട് വരെ വിറ്റുകഴിഞ്ഞുവെന്നും തൻവി ആരോപിക്കുന്നു. മുൻപ് അഹാന തന്നെ സിമിയെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഒടുവിൽ അഹാന തങ്ങളെ അടിക്കാൻ വന്നപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്മാറിയതെന്നും തൻവി കൂട്ടിച്ചേർക്കുന്നു. കാലിൽ വീണ മാപ്പ് പറഞ്ഞാൽ കല്യാണത്തിന് വിളിക്കാമെന്നാണ് അഹാന അന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് മടങ്ങിയതും. താനൊരു മാലാഖയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല എന്നും എന്നാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവർ സ്വന്തം ചാറ്റുകളെടുത്ത് പരിശോധിക്കണമെന്നും എല്ലാ സ്ക്രീൻഷോട്ടുകളും തൻ്റെ കൈവശം ഭദ്രമാണെന്നും പറഞ്ഞാണ് തൻവി വീഡിയോ അവസാനിപ്പിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.